തിരുവനന്തപുരം പോത്തൻകോട് 9-കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച രണ്ടാനച്ഛനും മുത്തച്ഛനും സുഹൃത്തും പിടിയിൽ. കൗൺസിലിംഗിനിടെയാണ് കുട്ടി പീഡന വിവരം പറഞ്ഞത്. കോടതി ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. വിവരങ്ങൾ സാന്ത്വന നൽകും. സാന്ത്വന, എപ്പോഴാണ് ഈ പീഡന വിവരം പുറത്തുവരുന്നത്? മറ്റു വിശദാംശങ്ങൾ. അജീത്, തിരുവനന്തപുരത്ത് പോത്തൻകോടാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. 9 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച രണ്ടാനച്ഛനും അതുപോലെ തന്നെ മുത്തച്ഛന്റെ സുഹൃത്തിനെയുമാണ് ഇപ്പോൾ പോത്തൻകോട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഈ കുട്ടിക്ക് ഇത്തരത്തിലൊരു ലൈംഗികമായ ഒരു പീഡനം ഏറ്റിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയത് ഈ കുട്ടിയുടെ അധ്യാപികയാണ്. കാരണം ഈ കുട്ടിയുടെ അമ്മ 1 മാസം മുമ്പ് വിദേശത്തേക്ക് പോയിരുന്നു. അതിനുശേഷം ഈ സ്കൂളിലെത്തുന്ന കുട്ടി നിരന്തരമായി വളരെ ദുഃഖിതയായി കാണപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അധ്യാപികയ്ക്ക് ഒരു സംശയം തോന്നിയത്. തുടർന്ന് അവരെ ഈ കുട്ടിയുടെ അമ്മയെ വിവരം അറിയിച്ചു. അങ്ങനെ വിദേശത്ത് പോയ അമ്മ മടങ്ങി വന്ന ഈ കുട്ടിയെ ഒരു കൗൺസിലറുടെ അടുത്ത് കൊണ്ടുപോയി. അവിടെ വെച്ച് ഈ കൗൺസിലിംഗിനിടെയാണ് താൻ ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ലൈംഗികമായി ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ 9 വയസ്സുകാരി തുറന്നു പറയുന്നത്. രണ്ടാനച്ഛൻ നിരന്തരമായി ഈ കുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഈ കുട്ടി ഇപ്പോൾ പോലീസിനോടടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് പുറത്തു പറയുകയാണെങ്കിൽ അമ്മയെ കൊന്നുകളയുമെന്ന് രണ്ടാനച്ഛൻ ഈ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു. അത് ഭയന്നാണ് ഈ കുട്ടി ഇത് പുറത്തു പറയാതിരുന്നത്. ഈ സംഭവം നടക്കുന്നതിനിടയിൽ തന്നെയാണ് ഒരു ദിവസം ഈ കുട്ടിയുടെ മുത്തച്ഛന്റെ സുഹൃത്തും വീട്ടിലെത്തി ഈ കുട്ടിയെ പീഡിപ്പിക്കാനുള്ള ഒരു ശ്രമം, ലൈംഗികമായി ഉപദ്രവിക്കാനൊക്കെ ഉള്ള ഒരു ശ്രമം നടത്തിയത്. അപ്പോൾ ഈ കൗൺസിലിംഗിനിടെ ഇത് തുറന്നു പറഞ്ഞതിന് പിന്നാലെയാണ് പോലീസ് കേസെടുത്ത് ഇപ്പോൾ ഈ 2 പേരെയും കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഈ കസ്റ്റഡിയിലെടുത്ത 2 പേരെയും ഇപ്പോൾ പോലീസ് റിമാൻഡ് ചെയ്തു. ശരി, സാന്ത്വനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.